ബെസ്റ്റ് ഫ്രണ്ടിനെ തഴഞ്ഞിട്ട് നമ്മൾ മറ്റൊരാളെ അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അത്രയ്ക്ക് വലിയ പുള്ളിയായിരിക്കണം ഈ ഫ്രണ്ട്. വിനീതിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ ഫ്രണ്ട്. ഈ മുമ്പിൽ നിൽക്കുന്ന എന്നെ നീ കണ്ടില്ല. പക്ഷെ അജുവിന് കൂടുതൽ അടുപ്പം എങ്ങനെയാണ് ധ്യാനമായിട്ട് വന്നത്? അത്രയും നല്ല സവിശേഷ സ്വഭാവ ഗുണമുള്ള അവനാണ്. വളരെ വൈകിയാണ് ഞങ്ങൾ പരിചയപ്പെട്ടതൊക്കെ. പക്ഷെ നിവിൻ വന്നത് ഒരു സിനിമയിലോട്ട് മാത്രമല്ല, നിവിൻ ഒരു ഗ്രൂപ്പിലോട്ട് വരണേ. നിവിൻ്റെ എൻട്രി ഹീറോയിക് എൻട്രി. അവിടെ ഒരു ഗംഭീര പെർഫോമൻസിന്റെ ഒച്ച കേൾക്കുന്നു, ശബ്ദം കൂട്ടിയുള്ള ഡയലോഗ് റെൻഡറിങ്ങിൻ്റെ നല്ല കൺവിൻസിങ് ആയിട്ട് തോന്നി. എല്ലാവരും പതുക്കെ ഞാനങ്ങനെ അടുത്തോട്ട് വന്നു. ആ ക്യാമ്പ് കഴിഞ്ഞ് വിനീതായിട്ട് ഞാൻ സംസാരിച്ചപ്പം വിനീത് പറഞ്ഞു നമുക്ക് പ്രകാശനെ കിട്ടിയടാന്ന് പറഞ്ഞു. സൗഹൃദങ്ങൾ കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുടെ കൂട്ടത്തിലാണ്. എന്നോട് എനിക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു കമൻ്റായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് സുഹൃത്തുക്കൾ കാരണം സിനിമയിൽ നിൽക്കുന്ന ഒരാൾ. പക്ഷേ എനിക്ക് പുള്ളി എന്നെ അപമാനിക്കാനിട്ടതാണ്. പക്ഷേ എനിക്കത് അപമാനത്തിന് ഒരു അഭിമാനമാണ് തോന്നിയത്, വേറൊന്നുമല്ല. അങ്ങനെ എത്ര പേർക്ക് പറ്റുന്നു. എൻ്റെ അവസാനം ഇറങ്ങിയ സിനിമ പോലും ഒരു സൗഹൃദത്തിൽ നിന്നുണ്ടായ സിനിമയാണ്. മലർവാടി സംഭവിക്കുന്നതിന് മുന്നേയൊക്കെ ജോലിക്കൊന്നും പോകുന്നില്ലേ എന്നുള്ള ഞാൻ ഈ ബ്രേക്ക് കുറച്ചങ്ങ് കൂട്ടി. എനിക്ക് ഇഷ്ടമായി നാട്ടിൽ വന്നിട്ടുള്ള വൈകിട്ട് 6 മണി തൊട്ടുള്ള ബിസി പരിപാടി. അതങ്ങ് എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പം നാച്ചുറലി ആൺകുട്ടികൾ ആ പ്രായത്തിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഉണ്ടല്ലോ, അപ്പന്മാരിന്നൊക്കെ പ്രോബ്ലം അത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് വിനീത് രക്ഷകനായി എനിക്കൊരു ജോലി വന്നത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ കേരളം വിട്ടപ്പോഴാണ് തനി സ്വഭാവം പുറത്ത്, മാന്യതയുടെ മുഖം മൂടിയിട്ട്. പിന്നെ തിരിച്ചെത്തപ്പോൾ ആ മുഖം മൂടിയില്ലായിരുന്നു. കോളേജിൽ നിങ്ങളുടെ ഫുഡ് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. വിനീതിനുണ്ടായിരുന്നല്ലോ. കുറച്ചുകൂടി ഞങ്ങൾക്ക് ഇഷ്ടം അപ്പുറത്തുള്ള ബാർക്ക് കന്ദൻ വൈൻസ്. പക്ഷെ അജുവിന് കൂടുതൽ അടുപ്പം എങ്ങനെയാണ് ധ്യാനമായിട്ട് വന്നത്? നിങ്ങളാണ് കൂടുതൽ ക്ലോസ്. അത്രയും നല്ല സവിശേഷ സ്വഭാവ ഗുണമുള്ള അവനാണല്ലോ, അതുകൊണ്ട് ഞങ്ങളങ്ങ് അടുത്ത് പോയതാ. ഒരേ ഒരു തൂവൽ പക്ഷി. അതെ. അപ്പോൾ അത് എന്നോട് വളരെ വൈകിയാണ് ഞങ്ങൾ പരിചയപ്പെട്ടതൊക്കെ. വിനീതിൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ പ്രോപ്പറായിട്ട് കാണുന്നത് പോലും പ്രോപ്പറായിട്ട്. കുഞ്ഞിരാമായണത്തിൻ്റെ ഷൂട്ടിന് മുന്നേയൊക്കെയാണ് ഞങ്ങൾ പരിചയപ്പെട്ട് ഒരു തോണിയിൽ നമ്മളങ്ങ് പോയി തുടങ്ങി. കാരണം നിവിനും വിനീതും വേറൊരു വഴി. ജഡ്ജ്മെൻറ്റിലല്ല അയാൾ. അതായിരിക്കാം ചിലപ്പം ഏറ്റവും ധ്യാൻ. ശരിയാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പം എനിക്കും മറ്റുള്ളവരുടെ കാര്യത്തിൽ ജഡ്ജ് ചെയ്യാൻ പോകാൻ സമയമില്ല. ബേസിക്കലി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആ സമയമില്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾ അത്രയും സെൽഫിഷ് ആയതുകൊണ്ട്, ഞങ്ങളെ മാത്രം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കേട്ടത് സത്യമാണോ? സെറ്റിൽ പച്ചയ്ക്ക് വിനീതിന്റെ ചീത്ത കേൾക്ക് അങ്ങോട്ട് പോയി കേട്ടു. അവൻ അങ്ങനെയൊക്കെ വാക്ക് ഉപയോഗിക്കുന്നു ഞാൻ എന്ന് അറിഞ്ഞു. നോബിള് പറഞ്ഞു അത് അവൻ മാറി ചിരിക്കായിരുന്നു. ഞാൻ ചെയ്ത തെറ്റൊന്നുമല്ല, പക്ഷേ ADSന് എല്ലാവർക്കും കിട്ടുമ്പോൾ ഒരുമിച്ച് കിട്ടും. അതേതോ ഞങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ട ജോലിയാണ്. രാവിലെ 6 മണി 5:30 കേട്ടിരിക്കുന്നു. 5:45 സൂര്യൻ മര്യാദയ്ക്ക് വന്നിട്ടില്ല. ഈ കോളേജിൽ നിങ്ങളുടെ ഫുഡ് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ ചെന്നൈയിലുള്ള ഒരുവിധ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അജു ആയിരുന്നോ കൂടെ ഉണ്ടായിരുന്നത്? വിനീത് അങ്ങനെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു വിനീതിനുണ്ടായിരുന്നല്ലോ. വിനീത് ഡേ സ്കോളർ ആയിരുന്നല്ലോ. വിനീതിന് ഫുഡ് ഇഷ്ടമാണ്, അന്നും ഇതേ ഇതുണ്ട്. പക്ഷെ എനിക്കൊന്ന് ഹോസ്റ്റലിൽ കുറച്ചുകൂടി തൊട്ടടുത്തൊക്കെ ഉള്ള കുറച്ചുകൂടി ഞങ്ങൾക്ക് ഇഷ്ടം അപ്പുറത്തുള്ള ബാറൊക്കെ. കന്ദൻ വൈൻസ് അതിപ്പോഴും ഉണ്ട്. വിനീതുമായിട്ടുള്ളൊരു കൂട്ട്. അപ്പം അങ്ങനെ അജുവിനെ ഫസ്റ്റ് മൂവിയിൽ കൺസിഡർ ചെയ്യണമെങ്കിൽ ഞാൻ ചോദിക്കാൻ റീസൺ ഉണ്ട്. നോബിളിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. നോബിൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവൻ്റെ മുന്നേ നിന്ന് ഞാൻ അഭിനയിച്ച് കാണിച്ചു, ഡാൻസ് ചെയ്ത് കാണിച്ചു. അത് ഞാൻ നോബിളിനോടും പറയാറുണ്ട്. അല്ലേ, ഇതെല്ലാം ചെയ്തു. അതായത് വിനീതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ ഫ്രണ്ട്. അതാണ്, അത് നോബിൾ എടുത്തു പറഞ്ഞു. അവൻ ഫ്രണ്ട്, ഞാൻ ബെസ്റ്റ് ഫ്രണ്ട്. മാത്രമല്ല എനിക്ക് അഭിനയം ജീവിതത്തിൽ പ്ലാൻഡ് അല്ല. നോബിൾ അന്നോട്ട് മോഡലിംഗ്, മുടി വളർത്തൽ, ജോൺ അബ്രാമിൻ്റെ സ്ട്രെയിറ്റനിങ്, സൽമാൻ ഖാൻ്റെ തേരെ നാം ലുക്ക്, മാഗസിനിൽ പടം വരുന്നു. അന്ന് മോഡലിംഗ് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയൊക്കെ ചേർന്ന് സെൻറ്റർ പേജൊക്കെ വരാം. ചിത്രഭൂമി അല്ലെങ്കിൽ ഓർമ്മയില്ല കൃത്യം വാരികയുടെ പേര്. അപ്പം അതിലൊക്കെ വന്നു. എനിക്ക് അഭിനയം എന്ന് പറഞ്ഞ പ്ലാനേ ഇല്ല. എന്നിട്ട് ഈ മുമ്പിൽ നിൽക്കുന്ന എന്നെ നീ കണ്ടില്ല പറഞ്ഞു. അല്ല, അത് സത്യമല്ലേ. എന്നിട്ട് തട്ടം ചെയ്തപ്പോൾ കണ്ടില്ല, വടക്കൻ സെൽഫി ചെയ്തപ്പോൾ കണ്ടില്ല, ജേക്കബ് ചെയ്തപ്പോൾ അവൻ പ്രൊഡ്യൂസറായി. അപ്പോഴും നോബിൾ പറഞ്ഞു എനിക്ക് അഭിനയിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഹെലം വേണ്ടി വന്നു. അതിലും എനിക്ക് തോന്നുന്നു VS ഒരു പോയിന്റ് ചോദിച്ചു. നോബിൾ പറഞ്ഞു നമുക്കിതിൽ ഇന്ന ആളെ വെച്ചാൽ നിനക്ക് എന്താ അഭിപ്രായം? മര്യാദയ്ക്ക് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് ഞാൻ അഭിനയിക്കണം. അത് ഇത് നടന്നതാണ്. നോബിൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഇതിലും പറഞ്ഞിട്ടുള്ളത്. നോബിൾ എന്നോട് പറഞ്ഞു, ഞാൻ
ഇതൊക്കെ ചിപ്പ് ഞാൻ ചോദിച്ചു എന്നിട്ട് പിന്നീട് ചോദിക്കാതിരുന്നോ? അതായത് ഒരു തവണ പറഞ്ഞു വിഷമം അരവിന്ദൻ്റെ അതുകളിൽ ഒരു പാസിംഗ് നോവലുണ്ട് കേട്ടോ. എൻ്റെ അജു അത് ഈ സങ്കടങ്ങളെല്ലാം നോബിൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാൻ ഇരക്കുവാണ് ഓരോ തവണ എൻ്റെ അയച്ചു കൊടുക്കുന്നു, ഫോണിൽ എടുത്ത് കാണിക്കുന്നു, എല്ലാം കണ്ട കൊള്ളാം പക്ഷെ നീ അഭിനയിക്കണ്ട എന്ന് അവസാനം വരെ പറഞ്ഞു. അവസാനം ഈ മിന്നൽ മുരളിൽ എൻ്റെ ചുറ്റും എൻ്റെ മോളി മാസ്ക് ഇട്ട് നിൽക്കുമ്പോഴും ഞാൻ മുണ്ടാണ് തെരുവായിട്ട് കണ്ടുപിടിക്കുന്നത്. മിന്നൽ മുരളി എന്നുള്ള തെളിവ് എനിക്ക് അറിഞ്ഞു കഴിയുമ്പം ഞാൻ തെളിവ് ഓർക്കുമ്പോൾ എൻ്റെ മുമ്പിൽ എൻ്റെ മകൾ ഈ മിന്നൽ മുരളിയുടെ മാസ്ക് ഇട്ടാണ് കളിക്കുന്നത്. അത് ഞാൻ കാണുന്നില്ല, അപ്പുറത്തെ മുണ്ടിലാണ് ഞാൻ കാണുന്നത്. അതെടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. സെയിം കാര്യമില്ല. ഇപ്പം ഫൈനലി അത് ഹെലൻ കഴിഞ്ഞു. ഇനിയിപ്പം ഇനി നോബിൾ ഈസ് ഓൺ ഫയർ. ഇനി എൻ്റെ സംശയം ഇതല്ല, ബെസ്റ്റ് ഫ്രണ്ടിനെ തഴഞ്ഞിട്ട് നമ്മൾ മറ്റൊരാളെ അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അത്രയ്ക്ക് വലിയ പുള്ളിയായിരിക്കണം ഈ ഫ്രണ്ട്. അത് എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യമല്ല എന്തുകൊണ്ടെന്ന്. അത് പുള്ളി തന്നെ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്ന ഒരു കാര്യമാണെങ്കിൽ എനിക്ക് പിന്നെയും ഞാൻ അതിനുവേണ്ടി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അത് കണ്ടു, അത് വിനീതൻ ഉത്തരം പറയാം. എനിക്ക് സംശയം, ഞാൻ ഇന്നുവരെ ചോദിച്ചിട്ടില്ല, ഇനി എങ്ങാണ് ആ ഉത്തരം അറിയണ്ട. ആ മലർവാടിയിലും പിന്നെ തട്ടത്തിൻ മറയത്തിലൊക്കെ വന്ന് കഴിയുമ്പോൾ കട്ടിലേക്ക് കിടന്നിട്ടുള്ള ചിഞ്ചു മഞ്ജു, എനിക്കത് ഭയങ്കര, നമുക്കിപ്പോൾ 15 വർഷം മുമ്പുള്ള 13 വർഷം മുമ്പുള്ളാകുമ്പം നമുക്കൊരു ചമ്മൽ, എനിക്കൊരു അല്ല ഞാൻ പറഞ്ഞേ ഇതുപോലത്തെ സീനുകൾ ചിലപ്പോൾ ഒരുപക്ഷെ വിനീത് നേരിട്ട് കണ്ടിട്ടാവില്ലേ അജുവിനെ അതിലോട്ട്. മലർവാടിയിലെ വേഷം എൻ്റെ ഹോസ്റ്റലിലെ വേഷമൊക്കെ അതായിരുന്നു. ടീഷർട്ട് ഒരു കൈലിയൊക്കെ കൊടുത്തായിരുന്നു നടന്നിരുന്നത്. വേഷം അത് കണ്ടിട്ടുണ്ട് വിനീത്. മറ്റേത് എനിക്ക് ശരിക്കും അറിയില്ല. ബിക്കോസ് തീർച്ചയായിട്ടും ഞാൻ അസിസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടോ അല്ല, മലർവാടിക്ക് മുന്നേ എനിക്ക് അസിസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, ചോദിക്കാൻ. പ്രൊജക്റ്റൊക്കെ സ്റ്റാർട്ടായി കഴിയുമ്പോൾ അത് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് എഴുതണം എന്നുള്ള പുള്ളിക്കറിയായിരുന്നു, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. പക്ഷെ ഇതിലോട്ട് എന്താ അഭിനയിക്കാൻ വിളിച്ചതെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അത് വിളിച്ചത് നന്നായി. പിന്നെ എത്ര നല്ല ഇത് നമുക്കും കിട്ടി. അത് എനിക്കൊരു ജോലി കിട്ടിയല്ലോ. നിങ്ങൾ പക്ഷെ ബാങ്കിലല്ലായിരുന്നു ഇത് വിളിക്കുന്ന സമയത്ത്? അജുവിന് എനിക്കൊരു ബാങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ആളുകളൊക്കെ വരുമ്പോൾ ഞാൻ ഹ്യൂമൻ റിസോഴ്സസ് എന്നാലും ഇടപെടേണ്ട ആൾക്കാരെ കേട്ട് നിങ്ങൾ ആൾക്കാരായിട്ട് ഇടപെടണം, കാശ് ഇടപാടില്ല. അതില്ല. പക്ഷെ എന്നാൽ ഈ ബാങ്ക് ജോലി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെ നിന്നൊരു 9 to 5 പോലെ. 9 to 9 to 10 ഒക്കെ ആയിരിക്കും. 9 to 10. അതെ അതെ. നിങ്ങൾ അങ്ങനെ നിൽക്കണം എന്ന് എനിക്ക് ഊഹിക്കാനേ മേല. അപ്പോൾ ഈ വിനീതിൻ്റെ വിളി ശരിക്കും ഇതാണോ, സ്വർഗത്തിൽ നിന്ന് വന്നൊരു വിളി? ഓക്കെ ഞാൻ ജോലി ഇന്ന് ഇല്ല, ഞാൻ ആ സമയത്ത് ജോലി രാജിവെച്ചു. HSBC-യിലായിരുന്നു, റിസഷൻ ആയിരുന്നു 2008. അപ്പം ലണ്ടൻ ബാങ്ക്സ് ഒക്കെ റിസഷനിൽ എഫക്റ്റഡ് ആയിരുന്നു. അപ്പം ഞാൻ ജോലി പോയത് രാജിവെച്ചു. അവർ ചോദിച്ചു നിങ്ങൾ മാറുന്നു, എനിക്കും അത് നാച്ചുറലി ആ ജോലി മതിയും തോന്നിയിരുന്നു. സോ ഇറ്റ് വാസ് മ്യൂച്വൽ. അപ്പോൾ അങ്ങനെ ഞാൻ നാട്ടിലായിരുന്നു. രക്ഷപ്പെട്ടല്ലേ? നാട്ടിൽ കള്ളുകൂടിയായിട്ട് നടക്കുക. ഭയങ്കര തിരക്കുള്ളൊരു പ്രൊഫഷനാണല്ലോ. തീർച്ചയായിട്ടും വൈകുന്നേരമൊക്കെ ഞങ്ങൾക്ക് വളരെ ബിസിയായിരുന്നു ആ കാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തിൽ ആണോ നിങ്ങൾ വിനീതിനെയും നിവിനെയൊക്കെ കൂടി കൂട്ടിമുട്ടിച്ച് അതിൻ്റെ ആ പാലം? നിവിൻ ഓഡിഷൻ വന്ന പത്രത്തിൽ എന്തോ സോഷ്യൽ മീഡിയ അങ്ങനെ ഇങ്ങനെ ഇല്ലല്ലോ. ഇല്ല, പത്രത്തിൽ ഓഡിഷൻ കോൾ ഉണ്ടായിരുന്നു. അങ്ങനെ നിവിൻ ഗ്രാൻഡ് പിക്ചേഴ്സിന്റെ ഓഡിഷൻ കോൾ ഉണ്ടായിരുന്നു, ദിലീപേൻ്റെ ബാനറിന്റെ. അങ്ങനെയാണെന്ന് തോന്നുന്നു. ബാക്കി എനിക്ക് നിവിൻ്റെ എക്സാക്റ്റ് അറിയില്ല. സിനിമയിൽ അൽഫോൺസ് എന്തോ പറഞ്ഞു നിവിനോട്, ഇങ്ങനെ വിനീത് ശ്രീനിവാസൻ സിനിമ ചെയ്യുന്നു, നീ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അതാണ് എൻ്റെ ഒരു മോശമില്ലാത്ത ഓർമ്മ. ഇത് സിനിമയിലോട്ടുള്ള വരവാ. പക്ഷെ നിവിൻ വന്നത് ഒരു സിനിമയിലോട്ട് മാത്രമല്ല, നിവിൻ ഒരു ഗ്രൂപ്പിലോട്ടാണ് വരണേ. അതായത് നിങ്ങൾ, നിവിൻ, വിനീതൊക്കെ പിന്നെ ഒരു ഫുൾ സെറ്റായി. അവിടെ നിന്നൊരു ഫ്രണ്ട്ഷിപ്പിലോട്ട് വന്നു. സാധാരണ നമ്മൾ ഈ കോളേജിൽ നിന്നെല്ലാം വന്നിട്ട് നമ്മളൊരു ഗ്രൂപ്പായ പുതിയ ആൾക്കാരെ കയറ്റിലൊക്കെ ഭയങ്കര കുറവാണ്. നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് വരും. നിവിനെ നിങ്ങൾ അങ്ങോട്ട് ദത്തെടുക്കുമായിരുന്നു അതോ നിവിൻ സ്വയം? കാരണം നിവിൻ്റെ എൻട്രി ഹീറോയിക് എൻട്രിയാണ്. YMCA ഹോസ്റ്റൽ ആണോ അത്, ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ യൂത്ത് മെൻസ് ഹോസ്റ്റലാണോ, ഹോസ്റ്റലായിരിക്കണം. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ്. അവിടെയായിരുന്നു ക്യാമ്പിൽ 25 പേരുണ്ട് ഈ ഓഡിഷൻ സെലക്ട് ആയി. ഓഡിഷൻ എനിക്ക് തോന്നുന്നു അന്ന് ക്ലോസ് ടു ലെസ് ദാൻ ഫ്യൂ തൗസൻഡ്സ് എൻട്രീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 25 പേരെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആ 25 പേർക്ക് ഈ ക്യാമ്പിൽ 3 ദിവസം ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിലാണ് ഒരു ദിവസം ഇത് ഒന്ന് ഞാൻ സ്കൂൾ കഴിഞ്ഞ് കണ്ടിട്ട് കുറേ കാലമായി. കണ്ടിട്ടില്ലല്ലോ, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. നല്ല താടിയൊക്കെ ഉണ്ട് നിവിന് വരുന്ന സമയത്ത്. ഉണ്ട് കാല് വയ്യ കറക്റ്റാണ്.
അപ്പം ഓരോ ക്യാമ്പിലെ ഈ 25 പേരെ 5 പേരായിട്ട് തിരിച്ചു, 5 ഗ്രൂപ്പാക്കി, 5 മെമ്പേഴ്സുള്ള. ഇവർക്ക് ഒരു ദിവസം 1-2 സ്കിറ്റുകൾ അല്ലെങ്കിൽ സീനുകൾ, അല്ലെങ്കിൽ സിനിമയിലെ ഗ്രൂപ്പ് സീനുണ്ടല്ലോ, ഇപ്പം മാന്നാർ മത്തായി സ്പീക്കിങ്ങിലേക്ക് പോലത്തെ, അത് പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യണം എല്ലാവരുടെയും മുന്നിൽ. വിനീതിൻ്റെയൊക്കെ മുന്നിൽ. പ്രൊഡക്ഷൻ എനിക്കൊന്നു അങ്ങനെ എനിക്ക് പേരുകൾ പെട്ടെന്ന് കിട്ടുന്നില്ല, അവരൊക്കെ വളരെ പുതിയ ആൾക്കാരാണല്ലോ. അപ്പം ഞങ്ങൾ നന്ദനുണ്ട്, സിജു ഉണ്ട്, മനു ഉണ്ട്, ടൂർണമെൻറ്റ് നമ്മുടെ ഇപ്പോൾ ഈ 1000 ബേബീസിലെ ക്യാരക്ടർ ചെയ്ത മനു ഉണ്ട്, ഗോപനുണ്ട്, ശബരീഷ് ഇല്ല, ഭഗത്തില്ല. ഭഗത്താണ് ആക്ച്വലി ഫസ്റ്റ് കാസ്റ്റഡ് ആയത്. ആ ഓഡിഷൻ കഴിയുമ്പോഴേ വിനീത് ഭഗത്തിനെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കാസ്റ്റിംഗ് കഴിഞ്ഞു. ഫസ്റ്റ് കാസ്റ്റിംഗ് ഭഗത്താണെന്നാണ് എൻ്റെ അറിവ്. അതെ അതെ. അതുകൊണ്ടാണ് അയാൾക്ക് അന്ന് MBA എന്തോ ഫിനിഷ് ചെയ്യാൻ ലണ്ടനിൽ പോകണമായിരുന്നു. അപ്പോൾ അത് ഫിനിഷ് ചെയ്യാൻ എന്തോ തിരിച്ചു പോകണമായിരുന്നു. അയാൾ അത് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അയാൾക്ക് ക്യാമ്പൊന്നുമില്ല, ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല. അത്രയും കോൺഫിഡൻസ് ആണ് വിനീതിനുണ്ടായിരുന്നു. ബാക്കി ഹരി, ശ്രാവൺ, ഇപ്പം പേരുകൾ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നില്ല. എല്ലാവരുടെയും മുഖങ്ങൾ നമുക്ക് അതേപോലെ ഓർമ്മയുണ്ട്. ആ ഫോട്ടോസൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ, ഫോട്ടോസെല്ലാം ഓർമ്മകൾ അത്രയും സ്ട്രോങ് ആണ്, പേരുകളായിട്ട് പെട്ടെന്ന് കിട്ടുന്നില്ല. അത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം തിരിഞ്ഞൊരു സെഷനിൽ ഒരു ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ്, അവിടെ നല്ല ആംബിയൻസാണ്, പെരിയാറാണ് ബാക്കിൽ, യൂത്ത് ഹോസ്റ്റലിൻ്റെ ബാക്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ കണ്ടിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ അല്ലേ. ഒരു വലിയ 3-4 മരങ്ങൾ, ആ മരങ്ങൾക്ക് ചുറ്റും തറകളുണ്ട്, കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്താണ് പലരും അവിടേക്കാണ് നിന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ ഇവിടേക്കായിട്ട് റിഹേഴ്സൽ ചെയ്യുന്നു, കാര്യം അടുത്ത അവരുടെ ആയിരിക്കും. ചെയ്യുമ്പം അവിടെ ഒരു ഗംഭീര പെർഫോമൻസിൻ്റെ ഒച്ച കേൾക്കുന്നു. ഒരു ശബ്ദം കൂട്ടിയുള്ള ഡയലോഗ് റെൻഡറിങ്ങിൻ്റെയും നല്ല കൺവിൻസിങ് ആയിട്ട് തോന്നി. എല്ലാവരും പതുക്കെ, ഞാനങ്ങനെ അടുത്തോട്ട് നിന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ കലക്കനൊരു പെർഫോമൻസ്. തലപ്പാവ് എന്ന് പറഞ്ഞ സിനിമയിൽ പൃഥ്വിരാജ് രാജുചേട്ടൻ ചെയ്ത വർഗീസിൻ്റെ ക്യാരക്ടറിൻ്റെ ആ പെർഫോമൻസ് ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഭയങ്കര ബാബു ജനാർദ്ദൻ ചേട്ടൻ്റെ റൈറ്റിംഗ് ഡയലോഗ്സ് കട്ട് ചെയ്യാം, നല്ല സ്ട്രോങ് ഡയലോഗ്സ് ആണത്. ഇയാൾ ഭയങ്കര കൺവിൻസിങ് ആയിട്ടത് പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് ഇത് നിവിൻ പോളിയാന്ന് മനസ്സിലായിട്ടില്ല. 10 years ആയല്ലോ അല്ലേ. പിന്നെ താടി വെച്ചൊരാ മനസ്സിലങ്ങനെ കിട്ടുന്നില്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ. കുറച്ച് ഇങ്ങനെ കലക്കം പെർഫോമൻസ് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. സോ അങ്ങനെയാണ് വന്നത്. അപ്പോൾ ആദ്യം ഹിറ്റായത് അയാൾ നടനായിട്ട് തന്നെയാണ് മനസ്സിലായത്, അയാൾ വോഫ് തോന്നിപ്പിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി, എനിക്ക് അന്ന് ആ ക്യാമ്പ് കഴിഞ്ഞ് വിനീതായിട്ട് ഞാൻ സംസാരിച്ചപ്പം വിനീത് പറഞ്ഞു നമുക്ക് പ്രകാശനെ കിട്ടിയടാന്ന് പറഞ്ഞു. മനസ്സിലായോ? റിലീസാവുന്നത് ഭയങ്കര വിജയമാവുന്നു, അതിനുശേഷം തട്ടത്തിൻ മറയത്ത് വരുന്നു, വിജയമാവുന്നു, നിങ്ങൾ ഒരുമിച്ച് വരികയാണ്. അപ്പം ഇപ്പം നിവിൻ്റെ വിജയമാണെങ്കിലും അജുവിൻ്റെ വിജയമാണെങ്കിലും ശരിക്കും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒരു വിജയം നമ്മുടെ വിജയം പോലെ നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്നതാണ്. ആ ഒരു സമയം കൊണ്ട് യു ലൈക്ക് വെരി പോപ്പുലർ, എല്ലാവർക്കും, പ്രത്യേകിച്ച് കോളേജിൽ പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള. പിന്നെ ആ തട്ടൊന്നും പറ്റി എൻ്റെ സാറെ തരംഗമായിരുന്നു. തട്ടത്തിൻ മറയത്ത് എടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ നിങ്ങളാണ്. നിവിനെയും ഐഷയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഇറ്റ് ഇസ് യു. ആ സിനിമ കാണുന്നതെല്ലാം അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ആ സീനിൽ ആ കട്ടിലയിൽ നിങ്ങൾ തിരിയണതും പറയുന്നത് ഫോൺ എടുക്കുന്നതും ഒക്കെ എനിക്ക് അത്രയ്ക്ക് ഞാൻ വീണ്ടും കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ഫോട്ടോ കാണും, ചിലരൊക്കെ ടാഗ് ചെയ്ത് അയച്ചൊന്ന് പറഞ്ഞ് കിടത്തിയതാ. ടോപ്പ് ആംഗിൾ ഷോട്ട് നോക്കുമ്പം എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓർമ്മയുണ്ട്. സ്ക്രിപ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒളിമ്പിക്സിന് ഓടുന്ന പോലെ കിടന്നുറങ്ങുന്ന അബ്ദു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നാച്ചുറലി ഞാനങ്ങനെ ടോപ്പ് ആംഗിൾ ജോമോൻ വെച്ച് കഴിഞ്ഞപ്പം അത് കൈ ഇങ്ങനെ വെച്ചു, കൈ ഇച്ചിരി കൂടെ പൊക്കി വെക്കുക എന്ന് പറഞ്ഞ് അത് ഡിസൈൻ ഷോട്ടാണ്. അതിന് ബാഗ് DK ബോസിൻ്റെ BGM റിംഗ് ടോൺ സ്ക്രിപ്റ്റഡുണ്ട്. പക്ഷെ അത്രയും പുള്ളി കണ്ടു ഈ സാധനം, ഇത്രയും ഫുൾ മ്യൂസിക്കലി ഡ്രിവൺ ആയിരുന്നു മലർവാടിയും തട്ടവും. ഇൻഫാക്ട് എല്ലാ സിനിമയും BSൻ്റെ അങ്ങനെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നാട്ടിലോട്ട് ഇറങ്ങുമ്പോഴും നിങ്ങളുടെ മുഖം വളരെ ഫെമിലിയറായി. അതായത് ഇത്ര സിനിമകൾ ചെയ്യുന്ന ഒരാളെ ഇത്ര ആളുകൾ അറിയില്ല, അതുപോലെ മനസ്സിലായി. ശരിക്കും ആ ഒരു സമയത്തൊക്കെ ഈ ഒരു സെലിബ്രിറ്റി ഒരു ലൈഫ് ഇതൊക്കെ ആസ്വദിച്ച് തുടങ്ങിയോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലോട്ട് മാറാൻ പറ്റുമോ? അന്ന് വരെയുള്ള ജീവിതത്തിൽ നിന്ന് മാറി എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം,
ലോട്ട്സ് ഓഫ് മണി കമ്മിങ് ഇൻ അതിലോട്ടൊക്കെ നോ ലോട്ട്സ് ഓഫ് മണി നോ അതിപ്പോഴായിരിക്കും മേ ബി ഒള്ളി ഫെയിമാണ് ആ സമയത്തുള്ളൂ. ഫെയിം മാത്രമേ ഉള്ളൂ. ലോട്ട്സ് ഓഫ് മണി കമ്മിങ് ഒക്കെ അന്ന് പിന്നെ കുറച്ചും കൂടി ഇൻഡസ്ട്രി മാറി തുടങ്ങിയതൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി. ഇപ്പം ഞങ്ങളുടെ മനസ്സിലിപ്പം തിരുവല്ലയിലാണല്ലോ ജനിച്ചതൊക്കെ. അപ്പം ഞങ്ങളുടെ മനസ്സിലൊരു തിരുവല്ലക്കാരൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒത്തിരി NRIs ആണല്ലോ, ഭയങ്കര ക്യാഷൊക്കെ ഉള്ള അടിപൊളി, ഇതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പം അജുവിനെ കുറിച്ച് പറയുമ്പോഴും അജു തിരുവല്ലക്കാരനാണ്. അപ്പം സിനിമയിലേക്ക് വരാനായിട്ട് ഇപ്പോൾ സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ അജുവിന് വലിയ സ്ട്രഗിളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലൊരു സംസാരം, അല്ലെങ്കിൽ വീട്ടിലെ ഫിനാൻസസ് നോക്കേണ്ട വന്നിട്ടില്ല. അജു വാസ് വെൽ സെറ്റിൽഡ് വെൻ ഹി കെയിം ടു മൂവി എന്ന് പറയുന്നൊരു ചിന്തയുണ്ട്. ശരിക്കും അങ്ങനെയല്ല. വീട്ടിലെ ഫിനാൻസ് നോക്കണ്ട, നമ്മളവരെ ഡിപ്പെൻഡഡ് അല്ല, നമ്മൾ പക്ഷെ നമ്മളിൽ ഡിപ്പെൻഡഡ് ആണല്ലോ. അപ്പോൾ അതവർ പിന്നെ എനിക്കും അത് 25 വയസ്സ് വരെയൊക്കെ അവരെ മുടിപ്പിച്ചില്ലേ. 25-ാം വയസ്സിലാണ് മലർവാടി സംഭവിക്കണേ. പിന്നെയും നമ്മൾ അവരുടെ അടുത്തു നിന്ന് കടം വാങ്ങിക്കുന്നത് നാണക്കേടല്ലേ. അപ്പോൾ ആ സമയമൊക്കെ ആയപ്പം എനിക്ക് തോന്നുന്നു മലർവാടി സംഭവിക്കുന്നതിന് മുന്നേയൊക്കെ ജോലിക്കൊന്നും പോകുന്നില്ലേ എന്നുള്ള, ഞാൻ ഈ ബ്രേക്ക് കുറച്ചങ്ങ് കൂട്ടി. എനിക്ക് ഇഷ്ടമായി നാട്ടിൽ വന്നിട്ടുള്ള വൈകിട്ട് 6 മണി തൊട്ടുള്ള ബിസി പരിപാടി അല്ല ഇതേ ഭയങ്കര രസമായിരുന്നു. അപ്പം അതങ്ങ് എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പം നാച്ചുറലി ഈ ആൺകുട്ടികൾ ആ പ്രായത്തിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഉണ്ടല്ലോ, അപ്പന്മാരിന്നൊക്കെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. അതെ, അപ്പോൾ അത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് വിനീത് രക്ഷകനായി എനിക്കൊരു ജോലി വന്നത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ അത് അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് സീരിയസ് ആയിട്ട് കാണുമെന്ന് തോന്നിയുകൊണ്ട് നമ്മൾ പിന്നെ അതിന് വേണ്ടിയുള്ളു. പക്ഷെ പിന്നെ ഐ തിങ്ക് മലർവാടി കഴിഞ്ഞ ആ സ്ട്രഗിൾ, തട്ടം തീർച്ചയായിട്ടും ബ്ലെസ്സിങ് ആയി. പക്ഷെ പിന്നെയാണ് ആക്ച്വലി നമുക്ക് പുറത്തോട്ട് വിനീത് എന്നോട് പറഞ്ഞിരുന്ന സാധനം, അങ്ങനെ നിന്നെ വിളിച്ച് നിന്നോട് ഇന്നിങ്ങനെ പറഞ്ഞു കളയാമെന്ന് പുള്ളി പറയൂല. കാഷ്വൽ ടോക്കിനിടയിൽ ഇങ്ങനെ ഇത് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്നൊക്കെ പറയുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിച്ച കാര്യത്തിൽ പറഞ്ഞാൽ എന്നോട് പറഞ്ഞ എല്ലാവരോടും ചാൻസ് ചോദിക്കണം, എല്ലാവരുടെയും സിനിമകളിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ നിവിനോട് പറഞ്ഞു കുറച്ചും കൂടി ചൂസി ആയിട്ട് വയസ്സായിട്ടൊക്കെ ചെയ്യണം. അപ്പോൾ പുള്ളി ഓരോരുത്തരുടെയും ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു അങ്ങനെയും ഞാൻ പറയും മോൾഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അജു എനിക്ക് അറിയാവുന്നിടത്തോളം, ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, അജു വളരെ കെയർഫുള്ളായിട്ട് ഇതാണെങ്കിലും ചൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിലോട്ട് വരുന്നതിന് മുന്നേ പറയും, ഇപ്പോൾ 2013 സമയത്ത് അജു തന്നെ പറഞ്ഞിട്ടുണ്ട്, അജു പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു സമയമാണ് 2013 തൊട്ടിങ്ങോട്ടെന്ന്, അല്ലേ? പൈസയ്ക്ക് വേണ്ടി എപ്പോഴും ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി പൈസ വേണം. 13 കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. മേ ബി അത് പൈസയ്ക്കൊന്നും അല്ല കേട്ടോ, ആര് വിളിച്ചാലും പോകുന്നുള്ള സ്റ്റാൻഡായിരുന്നു ഞാൻ. ആര് എന്നെ അഭിനയിപ്പിക്കാൻ വിളിച്ചാൽ ഞാൻ പോകും. അത് സിനിമ ആയിക്കോട്ടെ, സീരിയലായിക്കോട്ടെ, പരസ്യം ആയിക്കോട്ടെ, ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, എന്താണെങ്കിലും കോളടിച്ചു അഭിനയിക്കാനുണ്ടോ. കാര്യം എനിക്ക് അഭിനയിച്ച് പഠിക്കണം. കാര്യം ഇത് നിന്ന് 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 ചെയ്ത് 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 ഇത് നമ്മൾ ചെറുപ്പം തൊട്ടേ സ്റ്റേജിൽ പോയിട്ടില്ല. എല്ലാവരും അവിടെ പോയി ഒരു കളരി ഉണ്ടല്ലോ എല്ലാവർക്കും ജീവിതത്തിൽ. അജു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും യൂത്ത് ഫെസ്റ്റിവലോ പരിപാടിയോ ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. ഇത്രയും സ്മാർട്ടായിട്ടുള്ള ഒരാളോ? ഞാൻ സ്റ്റേജിൽ കയറാത്തതുകൊണ്ട് എനിക്കത് ഭയങ്കര, ഇപ്പോഴും എൻ്റെ കോൺഫിഡൻസിൻ്റെ പ്രശ്നം അതാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഗജ പോക്കരി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മയൊക്കെ സ്ഥിരം സ്കൂളിൽ ഒരു രക്ഷയില്ല, ഭയങ്കര കുസൃതിയായിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ ഓക്കെ ആയിരുന്നു ഞാൻ. പക്ഷെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ 12th വരെയൊക്കെ ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പിള്ളേർ കേരളം വിട്ടപ്പോഴാണ് തനി സ്വഭാവം പുറത്തെടുത്തത്. ആ ഒരു നാട്ടിൽ ഇവിടെ മാന്യതയുടെ മുഖം മൂടിയിട്ട് പിന്നെ തിരിച്ചെത്തപ്പോൾ ആ മുഖം മൂടിയില്ലായിരുന്നു, പഴയ അങ്ങനെ തന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്തു. വൺ റൂൾ എന്തായിരിക്കും വീട്ടിൽ? എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡു നോട്ട് ലൈ. എൻ്റെ വീട്ടിൽ പറഞ്ഞേക്കുന്ന മോനടുത്ത് തെറ്റ് ചെയ്തോ, പക്ഷെ ഡോണ്ട് ലൈ. നിയമമായിട്ടൊന്നും റൂളായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. വഴി കൂടെ പോകണ എല്ലാവരോടും സത്യം പറയണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്തിനാണ് വഴി കൂടെ പോകണ എല്ലാവരോടും നമ്മൾ സത്യം പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഞാനതിപ്പോഴും ആലോചിച്ച് ആ ഒരു ഇതിൽ ചിന്തിച്ചിട്ടില്ല. അവർ ഡിസർവ് ചെയ്യണ്ടേ? അതെ, നമ്മളെ അറിയണമെങ്കിൽ. അതെ, ഞാൻ കള്ളേ പറയാറുള്ളൂ. ഇപ്പം എത്ര നേരം പറഞ്ഞത് അത് ഞാൻ പറയില്ല എത്രമാത്രം എന്നുള്ളത്. ബട്ട് യാ, ഇറ്റ് വാസ് വണ്ടർഫുൾ. നല്ലായിരുന്നു കേട്ടോ. ആണോ? അജു, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് പോഡ്കാസ്റ്റ്. താങ്ക് യു സോ മച്ച് അജു. താങ്ക് യു.